നമുക്കിന്ന് മിൻറ്റോ പ്രഭുവിനെ കുറിച്ച് കുറച്ച് പഠിക്കാം. മിൻറ്റോ പ്രഭു 1905 മുതൽ 1910 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി. പഠിക്കുമ്പോൾ പഠിക്കേണ്ട കാര്യം മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. അപ്പോൾ വേറൊരു ഭരണപരിഷ്കാരം കൂടെ ഉണ്ട്, മൊണ്ടേഗു ചെംസ്ഫോർഡ്. അത് 1919 ആദ്യം 1909 മിൻറ്റോ മോർലി, 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ്. ഓക്കെ, അത് രണ്ടും കണക്റ്റ് ആകുന്നതാണ്, മറക്കില്ല. ആദ്യം മിൻറ്റോ മോർലി 1909, അടുത്ത് ചെംസ്ഫോർഡ്, മൊണ്ടേഗു ചെംസ്ഫോർഡ് 1919. അടുത്ത് ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വന്നപ്പോഴുള്ള വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് മിൻറ്റോയാണ്. ഈ മിൻറ്റോ എന്ന് പറഞ്ഞാൽ മിൻറ്റോ സെക്കൻഡാണ്. ഇതിന് മുൻപൊരു മിൻറ്റോ ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു ഗവർണർ ജനറലായിരുന്നു. അപ്പോൾ മിൻറ്റോ സെക്കൻഡിൻ്റെ കാലത്താണ് ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വന്നത്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നടത്തിയതാര്? കഴ്സൺ പ്രഭുവാണ്. പ്രാബല്യത്തിൽ വന്നപ്പോൾ മിൻറ്റോ സെക്കൻഡ് അല്ലെങ്കിൽ മിൻറ്റോ പ്രഭുവായിരുന്നു. ഈ മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് പറയുന്നത് സാമുദായിക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തി, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തി. അതാണിത് ഈ മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് പറയുന്നത്. പിന്നെ ഒന്നെന്ന് പറയുന്നത് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലോട്ട് ഒരു ഇന്ത്യക്കാരനെ പ്രവേശിക്കാം. അത് വന്നതുകൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു SP സിൻഹ. അപ്പോഴേ ഈ മിൻറ്റോ മോർലി ഭരണപരിഷ്കാരമായിട്ട് കണക്ട് ചെയ്ത 3 കാര്യങ്ങൾ പഠിച്ചാൽ നല്ലതാണ്. സാമുദായിക നിയോജക മണ്ഡലങ്ങളുടെ പിതാവ് എന്ന നാമം മിൻറ്റോയ്ക്ക് വരാൻ കാരണം ഈ ഭരണപരിഷ്കാരമാണ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തി. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലോട്ട് ഒരാൾക്ക് വരാം. ആ വന്ന ആളാണ് SP സിൻഹ. ആദ്യമായി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ SP സിൻഹ. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡിൽ ഈ ഒന്നെന്ന് പറയുന്നത് 3 പേർക്ക് ചേരാം എന്നായി. ഓക്കെ, അടുത്ത് ആ കാലത്ത് നടന്ന വേറൊരു കാര്യമാണ്, കുത്തിറാം ബോസിനെ തൂക്കിലേറ്റിയ സമയത്തെ വൈസ്രോയി നമ്മുടെ മിൻറ്റോ 2 ആണ്, ഈ മിൻറ്റോ സെക്കൻഡ്. ഈ കുത്തിറാം ബോസ് എന്ന് പറയുന്നത് മുസാഫിർ കോൺസ്പിറസി കേസാണ്. മുസാഫിർ കോൺസ്പിറസി കേസിൽ 1908 കുത്തിറാം ബോസിനെ തൂക്കിലേറ്റുന്നു. ആ കൂടെ പ്രഫുല്ല ചാക്കി എന്ന് പറഞ്ഞൊരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രഫുല്ല ചാക്കി, കുത്തിറാം ബോസ്, ഇത് മുസാഫിർ കോൺസ്പിറസി കേസാണ്. ഓക്കെ, അടുത്ത് ബാലഗംഗാധര തിലകനെ ബർമയിലേക്ക് നാടുകടത്തിയ സമയത്തെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അതും മിൻറ്റോ 2 ആണ്. ബാലഗംഗാധര തിലകനെ 1908 ഇങ്ങോട്ട് മ്യാൻമർ ബർമയിലോട്ട് നാട് കടത്തിയത്. അദ്ദേഹം ബർമയിലെ മാണ്ഡ്ലെ ജയിലിൽ ആയിരുന്നു കുറേ കാലം. അത് കഴിഞ്ഞിട്ടാണ് നാട് കടത്തലും എല്ലാം കൂടെ ഇതിലുള്ളത്. അപ്പോഴീ മാണ്ഡ്ലെ ജയിലിൽ വെച്ചാണ് അദ്ദേഹം ഗീതാ രഹസ്യം എഴുതിയത്. അതും നല്ലൊരു ക്വസ്റ്റ്യനാണ്, ഇതൊരു ബന്ധപ്പെടുത്തി പറഞ്ഞതാണ്. പിന്നെ മുസ്ലിം ലീഗ് രൂപം കൊണ്ട സമയത്ത് മിൻറ്റോ 2 ആണ്. അതായത് മുസ്ലിം ലീഗ് 1906 രൂപീകരിച്ചത്. ആരൊക്കെയാണെന്നറിയാമല്ലോ, ആഖാ ഖാനും സലിമുള്ള ഖാനും. ഓക്കെ, പിന്നെ സൂററ്റ് പിളർപ്പ്, അതായത് INC 2 വിഭജിച്ചു. സൂററ്റ് വിഭജനം എന്നാണ് അറിയപ്പെടുന്നത്. അത് 1907 മിതവാദിയെന്നും തീവ്രവാദിയെന്നും 2 പിളർന്നു. അത് സൂററ്റിൽ വെച്ചുള്ള സമ്മേളനം, അതുകൊണ്ട് സൂററ്റ് പിളർപ്പ് എന്നറിയപ്പെടുന്നു. അപ്പോൾ സൂററ്റ് സമ്മേളനം അല്ലെങ്കിൽ സൂററ്റ് പിളർപ്പ് 1907 അന്നത്തെ അധ്യക്ഷൻ AC മജുംദാർ ആയിരുന്നു. ഓക്കെ, അന്നത്തെ അധ്യക്ഷൻ ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷായിരുന്നു. 1907 സൂററ്റ് പിളർപ്പിലെ അധ്യക്ഷൻ. അത് മിതവാദിയെന്നും തീവ്രവാദിയെന്നും 2 പിളർന്നു. മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ, തീവ്രവാദികളുടെ നേതാവ് ബാലഗംഗാധര തിലകനുമായിരുന്നു. ഇവർ വീണ്ടും ഒന്നിച്ചു കേട്ടോ. അത് 1916 സമ്മേളനത്തിൽ അവരൊന്നിച്ചു. അത് അംബിക ചൗധരി മജുംദാറായിരുന്നു അതിലെ അധ്യക്ഷൻ. ഓക്കെ, അംബിക ചൗധരി മജുംദാർ. ഓക്കെ, 1916. പിന്നെ ബംഗാൾ വിഭജനത്തെ ബംഗാൾ ജനത ആചരിച്ചത് ബിലാപ ദിനമെന്നും കരിദിനമെന്നും പറയും. ഓക്കെ, അങ്ങനെയാണ് അവർ ആചരിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ
വേറെ ഈ കാലഘട്ടത്തിൽ നടന്ന ഏകദേശം കാര്യങ്ങൾ ഞാനിതിൽ കണക്ട് ചെയ്ത് പറഞ്ഞായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.